പൈസ നമസ്തേ. ഈ സഖാവിനെ കാണാൻ ഞങ്ങൾ വിഷമിക്കുക. ചായ ഉണ്ട്. പിന്നെ നമ്മൾ ഇനി വിശ്വസംഗീതത്തിനെ കുറിച്ച് ചർച്ച ചെയ്യും. നല്ല എരിവ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. എരിവ് മാത്രമല്ല പുളിയും ഉണ്ട് ഇവിടെ. കട്ടൻ ചായയാണ് വേണ്ടത്, പാലൊഴിച്ച ചായ. ബേബി സഖാവിന് നമുക്കൊരു ചായ കൂടെ ആദ്യം. കൊല്ലം സ്റ്റൈലാണോ? കൊല്ലം സ്റ്റൈൽ കൊടുക്കണ്ട. പുള്ളി വിശ്വപൗരനാക്കി മാറ്റിക്കൊണ്ടില്ല. വിശ്വപൗരൻ മാത്രമല്ല, വിശ്വസംഗീതത്തിന്റെ ആളാണ്. ഞങ്ങള് ഞാൻ പണ്ട് ഞാൻ പറഞ്ഞല്ലോ, കലാപരിപാടി നടത്തിയിരുന്ന കാലത്ത് ഇപ്പോഴുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. എന്താ പറയാ, സംഗീതം നമ്മുടെ പരിപാടി കുരിയപ്പുഴയിൽ അത് ഇവർക്ക് അറിയില്ല. നമ്മുടെ നാസറിന്റെ നവോദയയിൽ തീർച്ചയായിട്ടും ഞാനത് ലോകപ്രസിദ്ധ സംവിധായകൻ. അദ്ദേഹം അല്പസമയം കേൾക്കാന്ന് മുഴുവൻ നടക്കണ്ട. കണ്ടപ്പോ അതെ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞു, ജയരാജന്റെ പരിപാടികളെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവന് മടുപ്പില്ല. അവൻ അവിടെ ഇരിക്കും. എന്തൊരു വാഗ്വിലാസം. അനുഗ്രഹീത കലാകാരൻ. ഏറ്റവും വലിയ അവാർഡായിട്ട് ഞാൻ കരുതുന്നത് മൃണാൾദ അവിടെ പറഞ്ഞു, ഇതൊരു അസാമാന്യ കലാപ്രതിഭയാണല്ലോ എന്ന് തിരിച്ചു വരുമ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ അത് 90 വയസ്സ് കഴിഞ്ഞ ആളാണ്. ഇവരെ ഇറങ്ങാൻ നിൽക്കായിരുന്നു ലൈബ്രറി. എന്താ സ്ഥലത്തിന്റെ പേര്? നവോദയ. നവോദയ. നല്ല പേരുമായിരുന്നു. നീരാവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ലൈബ്രറി. സാർ അപ്പോ അത് കഴിഞ്ഞ് ഇവര് പ്രസംഗം കഴിഞ്ഞ് പോവാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ അനൗൺസ് ചെയ്ത്. വറുത്തത് കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ബെറ്റി പ്രശ്നം ഉണ്ടാക്കും. ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പഴം എടുക്കാം. ഞാലിപ്പൂവനാണ്. പാട്ടുണ്ട്. ആ പാട്ട് ഓർമ്മയുണ്ടല്ലേ? അതായത് ഇപ്പോഴത്തെ പാട്ട് പൈനാപ്പിൾ പെണ്ണെ, ചോക്ലേറ്റ് പീസ് എന്നൊക്കെയാണ്. ഈ പാട്ട് ബേബിസാഹു പറഞ്ഞപ്പോൾ അസാധ്യ പാട്ട് അത്. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ, ഞാറ്റുവേല കുളിരു പോലെ, ഞാനിന്നൊരു നാണൻ പെണ്ണിൻ നാണം പൊത്തിയ മിഴി കണ്ടു. അസല് പാട്ടാണ് ദേവരമേഷ പാട്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊരു സംഗീതത്തിനെ കുറിച്ച് പറയാം. ഈ നമ്മുടെ രവിയേട്ടൻ്റെ നാട് എന്ന് പറഞ്ഞാൽ കണ്ണൂർ. അവിടെയാണല്ലോ ഈ പാട്ടിന്റെ ഏറ്റവും വലിയ സംഗീത സംവിധായകൻ രാഘവൻ മാഷ്. നമ്മുടെ ചെറുപ്പകാലത്ത് എന്തൊരു ആവേശമായിരുന്നു. രാഘവൻ മാഷ് ഓണക്കാലത്ത് ഭാസ്കരൻ മാഷും രാഘവൻ മാഷും. അല്ല, അന്ന് ബേബി സഖാവേ അന്നത്തെ ഏർപ്പാടെന്ന് അറിയാം. ചെറുപ്പക്കാരെ പാട്ടിന് കായലരികത്ത് വലയെറിഞ്ഞപ്പോ. അതും ഒരു ചായക്കടയിലാണ്. എന്റെ ഞാനിപ്പോ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത പശ്ചാത്തലമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ബുൾബുൾ എന്ന് പറയുന്ന. ഇപ്പൊ ഇല്ലത് ഇങ്ങനെ കൊട്ടിയിട്ട് ഒരു ചായക്കടയുടെ പുറത്തിരുന്നിട്ട് നാടൻ സീരിയൽ അന്ന് പാടിയ പാട്ടില്ലേ, ആ പാട്ട് ചെറുപ്പക്കാർക്ക് ഹരമായിരുന്നു. അല്ല പാടണത്, കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലൂക്കിയ സുന്ദരി, പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പം ഒരു നെറുക്കിന് ചേർക്കണേ. അതിനകത്ത് അന്നത്തെ കേരളത്തിന്റെ ഒരു തുടിപ്പുണ്ടായിരുന്നു, നമ്മുടെ നാട്ടുഭാഷയുടെ പ്രയോഗം. അത് ഭാസ്കരൻ മാഷയെ പോലെ അത് ആരും എഴുതിയിട്ടില്ല. അതിനകത്ത് ഈ മറ്റേ കയ്യിലും കുത്തി നടക്കുക. അതെ, കോട്ടയത്ത് പറയില്ലേ, വെറുതെ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കണേന്ന്. കയ്യിലും കുത്തി നടക്കുക വേറെയാണ് വിചാരം. മാത്രല്ല അന്നത്തെ ചെറുപ്പക്കാരെ ചോദ്യം തന്നെയാ, ഒരു ഞെറക്കിന് ചേർക്കണേ, പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു ഞെറക്കിന് ചേർക്കണേ. ഈ ഐ ലവ് യു എന്നൊക്കെ പറയുന്നില്ലേ, എന്നാ വിട്ടേക്കര് എന്നൊക്കെ പറയുന്നില്ലേ, അതിന്റെ ഒരു വേറൊരു പതിപ്പാ അത്. നാടൻ ഭാഷയെ പറയാ ഒരു ഞെറക്കിന് ചേർക്കണേ, ഒരു ഞെറക്കിന് ചേർക്കണേ എന്നുള്ളത്. പിന്നെ മാറി മാറി ഇപ്പൊ വന്നിട്ട് ഐ ലവ് യു ഡാ, ഡൂ ഡാ എന്നാണ് ഒരു പുതിയ SMS കണ്ട ഡൂ ഡാ. അതിന് പല അർത്ഥതലങ്ങളുണ്ട്. അപ്പൊ ഈ രാഘവൻ മാഷും ഭാസ്കരൻ മാഷും കൂടിയാണ് അങ്ങനെ ഒരു കേരളം ഉണ്ടാക്കുന്നത് പാട്ടിന്റെ. ഈ ഓണത്തിന് ഒരുപാട് പാട്ടുണ്ട് സാറേ, എത്രയോ പാട്ടുണ്ട്. പക്ഷെ 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം എന്നൊക്കെ പറയുമ്പോ പിന്നെ അല്ലെ, നാഴിയുരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, മാനത്തൊരു പൊന്നോണം. അപ്പൊ ഇന്ന് എവിടെയായിരുന്നു? ഭാസ്കര മാഷെ കുറിച്ച് പറഞ്ഞപ്പം ഇതുപോലുള്ള ഒരുപാട്
പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണറിയുന്നോളെ വൻവി സാർ ഈ ഭാസ്കരൻ മാസ്റ്റർ നമ്മുടെ വയലാറിനെ പറ്റി പറയാത്ത എന്താ? അല്ല. വയലാറിനെ പോലെ ഒരു സംഗീത രചയിതാവ് പറഞ്ഞ കറക്റ്റാണ്. ഇതിൽ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ മറ്റു രണ്ടുപേരെ കുറിച്ച് പറയാം. തുടർന്ന് പക്ഷെ എനിക്കൊരു വ്യക്തിഗത അഭിപ്രായം, ഇപ്പോഴത്തെ ഗാനങ്ങളുണ്ടല്ലോ, എന്തായിരിക്കും അറിയില്ല, അതിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടോ ഒന്നും അറിയില്ല. മൂല്യം കുറവാണ് ഞാൻ പറയില്ല, പക്ഷെ മനസ്സിൽ തത്തിക്കളി, നമ്മളിപ്പോൾ ചുണ്ടിൽ തത്തിക്കളി നിൽക്കുന്ന കവിതകൾ, പിന്നെ പാട്ടുകൾ കുറവാണ്, മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകൾ കുറവാണ്. അന്നത്തെ അതിന്റെ മൂല്യം ഇന്നത്തെ ഇല്ലാതെ പോയോ എന്നൊരു സംശയം. ആ മൂല്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ONV സാറിന്റെ മനോഹരമായ ഒരു പാട്ട് മാത്രം, എന്തിനീ ചിലങ്കുകൾ എന്തിനീ കൈവളകൾ പ്രിയൻ എന്നരികിൽ വരില്ലെങ്കിൽ, ആശാന്റെ വരികൾ. കരുണയിൽ കുമാരനാശാന്റെ ചില പ്രയോഗങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ONV സാർ തീർച്ചയായിട്ടും കവിതയിൽ നിന്ന് ജനിച്ച വയലാറിന്റെ പാട്ടുകളിലെ തങ്കത്താഴിക കുടമല്ല താരാപഥത്തിലെ രഥമല്ല ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണമയൂരമല്ല, ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാനുള്ള എല്ലാ മരുന്നുകളും ഇവരുടെ കവിതകളിൽ ഉണ്ടായിരുന്നു. ശാസ്ത്രം മാത്രമല്ല, ഈ വയലാറിനെ കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രചന പ്രളയപയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. കാലത്തെ സംബോധന ചെയ്യുകയാണ്. പ്രപഞ്ചവും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. ടൈം സ്പേസ് റിലേഷൻഷിപ്പാണ് ഈ കവിതയായി, ഗാനമായി. അത് ദേവരാജ മാഷ സംഗീതവും ദാസേട്ടന്റെ ആലാപനവും സാധ്യമാണ്. തത്വശാസ്ത്രമാണ്, ഫിലോസഫിയാണ്. അല്ല, അതിന്റെ കൂടെ ഒന്നുണ്ട്. 1714 ലോകത്തിന് ഒരു ഈശ്വരനുണ്ടോ ഇല്ലയോ? ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, കണ്ടിട്ടുണ്ടോ? കുഴപ്പമുണ്ട്. ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം ഈ ചെറുപ്പക്കാരെ കൊടുത്താൽ അത് വലിയ അപകടം. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു വയലാറിന്റെ അവസാന കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ രചനകൾ ഈശ്വരനുണ്ടെന്നുള്ള രൂപത്തിലായിരുന്നു. അതങ്ങനെ മാറ്റം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട ഭാഷ ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ചോദ്യം ചെയ്യാം. അല്ല, അതില് നമ്മൾ എന്താ PC ചെയ്യേണ്ടത്? നമ്മൾ ആളുകളെ ചോദ്യം ചെയ്യാൻ. സോക്രട്ടീസ് എന്താ പറഞ്ഞത്? എല്ലാത്തിനെയും സംശയിക്കണം. ആ സംശയിച്ച് ചോദ്യം ചെയ്താണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയതും. നമ്മളിവിടെ നടക്കുന്ന ഈ ചർച്ച ഓണത്തിൻ്റെ നാളുകളിൽ ലോകത്തിൻ്റെ ഏത് കോണിലും ഇരിക്കുന്നവർ കാണാൻ പോവുകയാണ്. പക്ഷെ കുഴപ്പമില്ലാത്ത സഖാവി, അവിടെയാണ് എൻ്റെ ഒരു ദുഃഖം. അവിടെയാണ് ആ ബേബി സഖാവ് പറഞ്ഞ ആശയം ഉൾക്കൊള്ളുന്ന യുവതലമുറ ഇപ്പോൾ ഇല്ലാതാവുന്നു. അതിനെ എങ്ങനെ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളിവിടെ മാത്രമല്ല, ഈ സമൂഹം ചർച്ച ചെയ്യണം. അല്ല, അതിന് ഏറ്റവും വലിയ പ്രോത്സാഹനം PC കൊടുക്കുന്നുണ്ട്. UDFന്റെ ചീഫ് ഇപ്പം ആയിരിക്കുമ്പോൾ തന്നെ UDF നടക്കുന്ന പല അനീതികളെയും എത്ര ധീരമായിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ല, അതൊരു മാതൃകയാണ്. അല്ല, ഞാൻ ആ മാതൃക ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. UDFിലെ പറയുന്ന പോലെ തന്നെ നിങ്ങളതും പറയുന്നുണ്ട്. അതെ, എനിക്കും നമ്മുടേത് ആവശ്യമില്ലാത്തതും പറയുന്നുണ്ട്. UDFിൻ്റെത് പറയുന്നുണ്ടെന്നുള്ളത് ഞാൻ പ്രകൃതിക്കുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ പിന്നെ ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, അത് നമ്മളൊരു ഇഷ്ടപ്പെട്ടതിനെ ചോദ്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഭഗവത്ഗീതയിൽ തന്നെ എല്ലാം കൃഷ്ണനും അർജുനും തമ്മിലുള്ള സംവാദങ്ങൾ മുഴുവൻ നടക്കുക. അർജുൻ ചോദ്യങ്ങൾ ഇങ്ങനെ തുടരെ ചോദിക്കുക. അവസാനം പിന്നെ ശ്രീകൃഷ്ണൻ പറയുന്നറിയോ, ഞാൻ പറയുന്നത് നീ മുഴുവൻ എടുക്കണ്ട, വിമർശൈ തദശേഷേണ. നീ വിമർശന ബുദ്ധിയാ ഇത്. പിന്നെ അതിൻ്റെ ന്യായത്തെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും നീ ചർച്ച ചെയ്യുക, മനനം ചെയ്യുക. എന്നിട്ട് ഏതാണോ ശരി ആ ശരിയുടെ പക്ഷത്തേക്ക്. ഇത് ഉപനിഷത്തിൽ പറയുന്നുണ്ട്. തൈത്തരീയ ഉപനിഷത്തിൽ യാനി അസ്മാകം സുചരിതാനി താനി ത്വയോ പസ്യാനി നോ ഇതരാണി എന്ന് പറയുന്ന ഇതാണ്. പഠനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നവരോട് ഗുരു പറയുന്നത്, നീ ഇവിടെ എൻ്റെ കൂടെ നിന്ന് ഞാൻ പറഞ്ഞത് കേട്ടും ഞാൻ പഠിപ്പിച്ചത് കേട്ടും ചുറ്റുപാടുമുള്ളതുമെല്ലാം കണ്ടും പലതും പഠിച്ചിട്ടുണ്ട്. നീ ബിരുദം നേടി ഇവിടുന്ന് പോകുമ്പോൾ നീ നിന്റെ സ്വന്തം വിശകലന ശേഷി ഉപയോഗിച്ച് പരിശോധിച്ച് നിനക്ക് ശരിയാണെന്ന് തോന്നുന്നത് കൂടെ കൊണ്ടുപോവുക. ബാക്കിയെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുക. കേരളത്തിലെ ചായക്കടകളുടെ ഏറ്റവും വലിയ മഹത്വം എന്താണെന്നറിയൂ? കട്ടൻ കാപ്പിയും പരിപ്പൂടെയും കഴിച്ച് ദേശാഭിമാനിയും മനോരമയും ജനീകവും മാതൃഭൂമിയും ഒക്കെ വായിച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ സംവാദം നമ്മുടെ ചായക്കടകളിലാണ് നടക്കുന്നത്. മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ
ചായക്കട നടത്തിയ ഒരാളാണ്. നമ്മുടെ തട്ടുകടയിലേക്ക് സ്വാഗതം. അല്ല KSRTC വന്നതുകൊണ്ടാണോ നേരം വൈകിയത്? അല്ല ഒന്നാമത് ഇപ്പൊ കുഴപ്പമില്ലല്ലോ, ഇപ്പൊ കുഴപ്പമില്ല. ഈ തട്ടുകടയുടെ മുമ്പിൽ ഒരു സ്റ്റോപ്പ് അനുവദിക്കുമോ? ഉറപ്പായിട്ടും. പക്ഷെ കേറാൻ ആള് വേണം. ഉണ്ടംപരി ഉണ്ട്, മറ്റേ മുളക് ബജി ഉണ്ട്, ഉള്ളിവട ഉണ്ട്, മുളക് ബജി എടുത്തു, ഞാലിപ്പൂവൻ പഴമുണ്ട്. എന്താ മുളക് പൊരി? മുളക് ബജി എടുക്കാം അല്ലേ? ഇത്തിരി എരിവ് നല്ലതാ. ഓണമല്ലേ, ഓണത്തിന് എല്ലായിടത്തും മധുരാണ് പായസവും. അപ്പൊ ഇത് വളരെ നന്നായിരിക്കും. മതി, പതി എടുത്താൽ മതി. സാധാരണ കള്ള് ഷാപ്പിലാണ് ഈ മുളക് ബജിക്ക് വലിയ മാർക്കറ്റ്. എവിടെയാ? കള്ള് ഷാപ്പ് അതാ വലിയ മാർക്കറ്റ് കള്ളിന്റെ പുളി മുളക് ബജി അല്ലേ? അതൊക്കെ ഏറ്റവും ടേസ്റ്റ് ഉള്ള, ഏറ്റവും കൂടുതൽ അനുഭവം പരിചയമുള്ളവർക്ക് ഇതൊക്കെ പറയാൻ പറ്റും. ഇതുപോലെ ഒരുപാട് ആളുകൾ എനിക്ക് അറിയാം, അതുകൊണ്ട് പറഞ്ഞതാ. അല്ലെ, പൊതുപ്രതാപം ഇതെല്ലാം കിട്ടും. പിന്നെയോ അവിടെ എല്ലാം കിട്ടും. പക്ഷെ ബാർ വിഷയത്തിൽ ഇപ്പൊ എന്താ സ്ഥിതി? ബാർ വിഷയം അത് ഞങ്ങള് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കില്ല, ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ നടക്കും. പറഞ്ഞു ബാർ ഒരു ബോറാക്കാതിരുന്ന. എന്തായാലും ആദ്യമായി ഒരു സംസ്ഥാന മന്ത്രിക്ക് ഒരു ചായ കൊടുക്കാൻ കഴിഞ്ഞു. അതും ഐശ്വര്യമുള്ള ഒരു കൈ കൊണ്ട്. വളരെ ഐശ്വര്യമുള്ള, അത് നേരത്തെ പറയായിരുന്നു, ഭാര്യമാരുടെ കൈയിന്റെ ഒരു പ്രത്യേകത. ഭാര്യമാര് ഭേദമാണ്, ഭാര്യമാര് നായരാണെന്ന്. പിന്നെ മന്ത്രി തന്നെയാണ്, മന്ത്രി തന്നെയാണ് ചോദ്യം, നിയമസഭയിൽ ചോദ്യം ചോദിക്കാവുന്ന മന്ത്രി. അപ്പൊ അത് വേറെ ആർക്കും ഇല്ല. ഇല്ല. തിരുഞ്ചൂർ സാറേ, സാറിന്റെ ഒരു ഓണ ഓർമ്മകൾ ഞങ്ങളിങ്ങനെ ഓണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലായ്പ്പോഴും മന്ത്രിമാര് വൈകി വരുന്നു എന്ന് പറഞ്ഞാൽ അത് എല്ലാ പരിപാടിയുടെ ഒരു ഐശ്വര്യമാണ്. ഐശ്വര്യ അഭിപ്രായം എനിക്കില്ല. ഞാൻ പക്ഷേ മനഃപൂർവ്വം താമസിച്ചല്ലേ, ഞാൻ പറഞ്ഞ സമയത്തിനകത്ത് മാറും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ മുന്നറിയിപ്പോട് കൂടി താമസിക്കാം. ആ ബാർ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കുറച്ചധികം സമയം എടുത്തത്. നമ്മുടെ ബേബി സഖാവ് കറങ്ങി പിന്നെ അല്ല, ഓണത്തിന്റെ മറ്റേ നമ്മുടെ ബാല്യകാലം, ആ ഓണത്തിന്റെ ഓർമ്മകള്, മന്ത്രിയാകുന്നതിന് മുമ്പുള്ള ഓണം, മന്ത്രിയായതിനു ശേഷമുള്ള ഓണം, എല്ലാം വരാം. ഒരു ഗ്രഹാതുരതയിലും തുടങ്ങി ഈ ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരായിരുന്നു ഒരേ സമയത്ത്. അപ്പം ആ വിദ്യാർത്ഥി സംഘടനാ നേതാവായിരുന്ന കാലത്ത് ഓണവും പറയാവുന്നതാണ്. എനിക്ക് ഓണത്തെക്കുറിച്ച് പറഞ്ഞാലേ അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ളതല്ലാതെ അതൊരു ഓണം പ്രത്യേകതകൾ എന്ന് പറയത്തക്ക വിധത്തിൽ അധികം കാര്യങ്ങൾ പറയാനൊന്നും ഉണ്ടാവില്ല. അത് കാരണം ഓണത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു കാര്യമില്ല. ഓണം നന്നിട്ടേ ഇത് കണക്കൂ എന്നൊരു നിർബന്ധവും ഇല്ല. അത് നമ്മുടെ ജീവിത ചക്രമണത്തിനകത്ത് അങ്ങനെ പോകും എന്നുള്ളതല്ലാതെ എനിക്കൊരു പ്രത്യേകതകളോട് കൂടിയ ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഓണ സമയത്ത് അതും കുട്ടിയായിരിക്കുമ്പോൾ വീട്ടിലെല്ലാവരും ഒരുമിച്ചിട്ടാണ്. അച്ഛൻ, അമ്മ, അനിയത്തിമാർ, സഹോദരങ്ങൾ, അതെല്ലാവരും കൂടെ കൂടി അതൊരു കൂട്ടായ്മയാണ്. അത് കൂട്ടായ്മയാണെന്ന് മാത്രമല്ല, അസാധാരണമായ ഒരു സ്നേഹവും അടുപ്പവും അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഓണത്തിൻ്റെ കാലത്ത് ഈ പൂ പറിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഞാൻ പോകാറില്ല. ഞാൻ അന്നും പണിയെടുക്കാൻ മടിയനാണ്, അതുകൊണ്ടാണ്. ഇപ്പോഴും മടിയനാണ്. അപ്പോൾ അവിടെ തുമ്പപ്പൂ പറിക്കുക, ചെത്തിപ്പൂ പറിക്കുക, ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് കുട്ടികളെല്ലാം കൂടെ ഇത് കൊണ്ടുവന്ന് മുറ്റത്തെങ്ങാണ്ട് അവർ പൂക്കളം ഉണ്ടാക്കുക, നമ്മൾ ആ പൂക്കളം കണ്ട് രസിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെ ഒരു ഗൃഹാതുരതയുടെ എല്ലാ വശമുള്ളതാണ് ഓണക്കാലം. പിന്നെ രണ്ടാമത്തെ കാര്യം, അന്ന് പ്രത്യേകിച്ച് എല്ലാവർക്കും സന്തോഷം, ആഹ്ലാദമാണല്ലോ. അപ്പോൾ ഊണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ചും കൂടും. അങ്ങനെ ഒരു വിഭവസമൃദ്ധമായ രൂപത്തിലുള്ള ഒരു പങ്കാളിത്തം. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞപ്പോൾ അത് വെജിറ്റേറിയൻ തന്നെ. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഓണസദ്യ തന്നെയാണ്. ഓണസദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പരിഷ്കാരങ്ങൾ വന്നാലും അമ്മ എന്ന് പറയുന്ന, എന്നാൽ പിന്നെ ഒന്നുകൂടെ പറയാം, അമ്മ വിളമ്പിത്തരുന്ന ഊണ്, അതാണ്. രണ്ട്, അതെ, അമ്മ വെക്കുന്ന വിഭവങ്ങൾ, അത് കറക്റ്റ്. നാവിലെ ആ രുചി മാറുകയല്ല. അതെ അതെ, അത് ഏതൊരാളുടെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ആ വിഭവത്തിന്റെ രുചി, അതാണ് സത്യം. അത് കറക്റ്റ്. ഒരു കാര്യം, ഇപ്പൊ നമ്മളിതൊക്കെ പറഞ്ഞു എങ്കിലും ഈ ഒരു ഓണം നമ്മുടെ ഡയറ്റ് ഉണ്ടോ, നമുക്ക് ഭക്ഷണ കാര്യത്തിൽ ക്രമീകരണങ്ങളുണ്ട്. ഇപ്പം അങ്ങനെയാണല്ലോ, ചിലർ ഓട്സ് കഴിക്കും. പക്ഷേ എങ്ങനെയാണ് ബേബി സഹാവിൻ്റെ ശരീരം കാണുമ്പോൾ പണ്ടത്തെ പോലെയല്ല.
കുറച്ചുകൂടെ ഒന്ന് ചെറുപ്പമായിരിക്കുന്നു. ജോർജ് സാറിന് ഒരു അസൂയയോട് കൂടി ഒരു നോട്ടാണ് ഇപ്പൊ അങ്ങോട്ട് നോക്കിയത്. അയ്യോ അതില്ല, ആ രോഗം പിടിച്ചാൽ മനുഷ്യൻ നശിച്ചു പോകും. എന്താണ് ഡയറ്റിനെ കുറിച്ച് ഞാൻ പറയാം. പക്ഷെ പറയുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്ത് ശ്രീ തിരുവഞ്ചൂര് കുട്ടിക്കാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓണത്തെക്കുറിച്ചുള്ള ചില ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വന്നു. അത് ഓണം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് കുറച്ച് കാശ് സമ്പാദിക്കാനുള്ള സമയമാണെന്നുള്ള ചിന്തയുണ്ട്. എങ്ങനെയാണെന്നറിയോ? കരടികളിക്ക് പോകും. ഞാൻ കരടിയായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. കരടി എന്ന് പറഞ്ഞാൽ കരടികളി പറഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ പുലിക്കളിയുണ്ട്. എങ്ങനെയാണെന്നറിയോ? കരടികളുണ്ട് അല്ലേ? ഇത് വാഴയുടെ ഉണങ്ങിയ വാഴയല്ല, അത് അത് ശരീരം മുഴുവൻ വെച്ച് കെട്ടും. പാള കൊണ്ട് ഒരു മുഖത്ത് മറച്ചുണ്ടാക്കി. ഇതൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. സൃഷ്ടികർമ്മമാണ്. മാസ്ക് പാള കൊണ്ടുണ്ടാക്കും. എന്നിട്ട് ഒരു സംഘമായിട്ട് പോയി പാട്ട് പാടിക്കൊണ്ട് പോകും. ആ പാട്ട് ഇപ്പം എനിക്ക് ഓർമ്മ വന്നതാണ്. പട്ടികടിക്കല്ലേ വീട്ടുകാര്, ഞങ്ങൾ പട്ടാണിമാരല്ല പിള്ളരാണ്, ഓണം കളിക്കുവാൻ വന്നതാണ്, തിരുവോണം കളിക്കുവാൻ വന്നതാണ് എന്ന് ഇതെല്ലാവരും ഏറ്റുപാടും. പിന്നെ ഒറ്റാലൂന്നി കുളങ്കലക്കി ഡയറ്റ് വരുന്നുണ്ട് അവിടെ. ഒറ്റാലൂന്നി കുളങ്കലക്കി ഓമനച്ചാലിലെ മീൻ പിടിച്ചു, നീട്ടി നീട്ടി കറി അരച്ചു. പിടിച്ച മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പണ്ട് മിക്സിയില്ലെന്ന്, അപ്പൊ കല്ലിൽ അരച്ചിട്ട്, കല്ലിൽ അരയ്ക്കുന്നതിനെ കുറിച്ച് കബീർ പാടിയിട്ടുണ്ട്. കല്ലുകൂപ്പി കിട്ടുമീശൻ എന്നാൽ കൂപ്പുക പർവ്വതം, അരകല്ല് അതിലും ഭേദം അതു നൽകുന്നു ഭക്ഷണം. പി സിയുടെ ഈ ശരീരം സ്ഥൂലാവസ്ഥയിൽ നിന്നും ഒന്ന് മാറ്റിയെടുക്കണം. കാരണം UDF കുറച്ചും കൂടെ ഒന്ന് ശരിയാക്കി എടുക്കണം. അല്ല, ഒരു കാര്യം പറയാം, കുശുമ്പ് പാടില്ല. ഞാൻ ഇച്ചിരി ആരോഗ്യം വെച്ച് വണ്ണം വെച്ച് നല്ല വയറൊക്കെ ഇടയ്ക്ക് നടക്കുന്നത് കാണുമ്പോൾ കണ്ട ഒരു മാന്യനാണല്ലോ അതിൻ്റെ ഒരു കുശുമ്പ. അല്ല, ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, ഈ ആരോഗ്യപരമായ ഈ ഒരു അവസ്ഥയിലേക്ക് വരികയും ഇപ്പോൾ ഇങ്ങനെ ഇത്രയും സ്ലിം ആയിരിക്കുകയും ചെയ്യുന്നു, ആ ഒരു ഡയറ്റ് ഓണത്തിന് തുടരുമോ? അത് പിന്നെ ഏപ്രിൽ 29 മുതൽ ബെറ്റി ഞാനും കൂടെ തുടങ്ങിയ ഒരു വിപ്ലവ പ്രവർത്തനമാണ് ഈ ഭക്ഷണത്തിലൊരു. ബെറ്റ് വെച്ചോ? ബെറ്റ് വെക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ബെറ്റിയുടെ ചില പിന്നെ ഈ യോഗാസനത്തിലൊക്കെയുള്ള ഒരു നിഷ്ഠ കാണുമ്പോൾ ബെറ്റ് വെക്കേണ്ടിയിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതല്ല പ്രശ്നം, നമുക്ക് ഒരു ഭക്ഷണ സംസ്കാരം വേണം. നമ്മൾ ജീവിക്കുമ്പോൾ ജീവിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ശേഷിക്ക് ഭക്ഷിക്കാം. ചിലർ ഭക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. PC ഉദ്ദേശമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ ഭക്ഷണത്തിലൊരു അമിതമായ ആക്രാന്തം അത് പാടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? എന്തിനാണെന്നറിയോ? അല്ല, ഞാന് PC പറയാനിടയുള്ളൊരു കാര്യം ഞാൻ പറയാം. ഞാൻ കുറച്ച് അനിയന്ത്രിതമായി കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കുറേ കാലത്ത്, അത് ശരിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയത്. ഭക്ഷണത്തിന്റെ കാര്യം നിയന്ത്രിക്കണം. പഴയതിനൊക്കെ മെച്ചപ്പെടണമെന്നൊരു തോന്നലുണ്ടല്ലേ? നിരന്തരം മെച്ചപ്പെടണം. ചെറിയൊരു തിരുത്ത്, ഈ ഭക്ഷണത്തോടുള്ള ആക്രാന്തം അത് അപകടമാണ്. പക്ഷെ അതിനോട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മാത്രമല്ല, ഈ ഇപ്പം പറയാറുണ്ട്, ഇപ്പം ഈ അർത്ഥത്തോടും അധികാരത്തോടുള്ള ആക്രാന്തം ഉണ്ടല്ലോ. അർത്ഥം എന്ന് പറഞ്ഞാൽ പണം. ഈ അർത്ഥത്തോടും അധികാരത്തോടുള്ള ആക്രാന്തം ഉണ്ടല്ലോ, അതാണ് നമ്മളെല്ലാ അധപ്പതനത്തിന്റെ അടിസ്ഥാന കാരണം. അപ്പൊ ആക്രാന്തം എന്നുള്ളത് അത് ഒഴിവാക്കേണ്ടത്. നമ്മൾ ഈ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു വന്ന ഒരു അവസാനിപ്പിക്കാം. ഇത് പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് ഭക്ഷിക്കുന്നു എന്നുള്ളതിനെ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഒന്നേ ഉള്ളൂ, സ്വഭാവം പോലും ഭക്ഷണം മരുന്ന് കഴിക്കുന്ന സൂക്ഷ്മതയോടുകൂടി ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം കഴിക്കുന്നത് പോലെ മരുന്ന് കഴിക്കേണ്ടി വരില്ല. അതാണ് ആലോചിച്ച് അനുഭവത്തിൽ നിന്ന് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ തർക്കത്തിനില്ല. ഈ പ്രണയവും ഇങ്ങനെ തന്നെയായിരുന്നു, ഒരു സംശയമില്ല. അതിലൊരു ഗൗരവം വേണം. ഒരാളെ മാത്രം അറിയണമല്ലോ. ഇത് ഒരാളെ പ്രണയിച്ചോളൂ, സത്യം പറ, മുഖത്ത് നോക്കി. ഞാൻ PC പ്രണയിക്കുന്നില്ലേ? പിന്നെ ഒരാളെ മാത്രമേ പ്രണയിച്ചുള്ളൂ എന്ന് എങ്ങനെ പറയാൻ പറ്റില്ല? അല്ല, ഈ പ്രണയത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്താ സംശയം? ഞാൻ എൻ്റെ ഒരു വിലയിരുത്തലുണ്ട് പ്രണയത്തെക്കുറിച്ച്, ബേബിയെക്കുറിച്ച് എൻ്റെ ഒരു വിലയിരുത്തലുണ്ട്. ഈ ബേബി മനസ്സുകൊണ്ട് വളരെ നല്ല ഒരു കാഴ്ചപ്പാടുള്ള ആളാണ്. ചില സന്ദർഭത്തിൽ അദ്ദേഹത്തിന് എടുക്കാൻ മേലാത്ത ഭാരം എടുത്തു കളയും. അത് മാത്രമേ ഉള്ളൂ. എടുക്കാൻ പറ്റാത്ത ഭാരം ആരാ എടുക്കാത്തത്? അല്ല, എടുക്കാൻ പറ്റാത്ത ഭാരം സമ്മതിച്ചല്ലോ.
ഞാൻ പറഞ്ഞ എടുക്കാതിരിക്കുന്ന ഒരാളെ പറ നിങ്ങൾ, അവന്റെ പ്രശ്നമില്ല. അല്ലല്ല, ഭാരത് നേരത്തെ പറഞ്ഞ പ്രണയത്തെക്കുറിച്ച് പറയുമ്പം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രണയം എന്ന് പറയുന്നത് ഒരാളെ മാത്രമേ പ്രണയിച്ചുള്ളൂ ചോദിച്ചല്ലോ. അടുത്ത കാലത്ത് ഒരു ജർമ്മൻ ചിന്തകൻ എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൽ പറയുന്നത്, ഒരു പുരുഷൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നു, അവൻ്റെ മനസ്സിൽ ആ പെണ്ണ് നിറഞ്ഞു നിൽക്കും, പക്ഷെ കൂടി ഒരുപാട് പെൺകുട്ടികളെ കാണും ജാതിയായിട്ട്, മുമ്പിൽ ആ പെണ്ണ് നിൽക്കും. എന്നാൽ ഒരു പെണ്ണ് ഒരു പുരുഷനെ സ്നേഹിച്ചാൽ അവളെ മനസ്സിൽ ആ പുരുഷൻ മാത്രമേ ഉണ്ടാവില്ല, വേറെ ആരും ഉണ്ടാവില്ല. അപ്പം ആരാണ് ഇതിൽ കാപട്യം കാണിക്കുന്നുള്ളത് ഒരു ചർച്ചയാണ് ആ ജർമ്മൻ ചിന്തകൻ പറയുന്നത്. ആ ചിന്തനെ കുമാരനാശാൻ വിരുദ്ധ ചിന്തയാണ് ജയരാജ് കുമാരനാശാൻ എഴുതിയിട്ടുണ്ട് പ്രണയത്തെക്കുറിച്ച്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്നുള്ളത് അതല്ല, പഴകിയ തരു വല്യ മാറ്റിടാം, പുഴയൊഴുകും വഴി വേറെയാക്കിടാം, കഴിയും ഇവ മനസ്സുമാർ മനസ്സൊഴുവതശക്യം ഒരാളിൽ ഊന്നിയാൽ. അതിന് ഇന്നത്തെ ലോകത്ത് വല്ല പ്രസക്തിയുണ്ടോ? വൈലോപ്പിള്ളിവൻ എഴുതിയിട്ടുണ്ട്, പെൺകുട്ടികൾക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ നവാനുരാഗങ്ങൾ, കമ്പ്രസ്രോണ സ്ഫടികവിളകൾ ഒന്ന് പൊട്ടിയാൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ കളഞ്ഞ് വേറെ ഒരു വർണ്ണത്തിലുള്ളത് അത് ഓരോരുത്തരുടെയും വീക്ഷണം പോലെ ഇരിക്കും. ONV സാറിൻ്റെ ആ മനോഹരമായ ഗാനം എന്തിനീ ചിലങ്കുകൾ, എന്തിനീ കൈവിളകൾ, എൻ പ്രിയൻ എന്നരികിൽ വരില്ലെങ്കിൽ, എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവളകൾ, എൻ പ്രിയൻ എന്നരികിൽ വരില്ല എങ്കിൽ. ഈ വാര്യർ എവിടം വരെ എത്തി ഞാൻ ആലോചിക്കണം. സമയമായില്ല പോലും, വാര്യർ പാടും പോലും അവസാനം ചായക്കടയിലായി തരും. പക്ഷെ ഇതെല്ലാം കൂടി ONV സാർ ഒന്ന് സംസാരിക്കൂ. അതായത് ഈ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ഈ ബേബിയും രവീന്ദ്രനും അതുപോലെ കൃഷ്ണദാസും, എനിക്കേറെ പ്രിയപ്പെട്ട തിരുവഞ്ചൂരും, പിന്നെ നമ്മുടെ ഈ ചാനലുകളിൽ ഇങ്ങനെ നിരന്തരമായി നമ്മുടെ ഒരുവിധം എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന PC ജോർജും എല്ലാം കൂടിയിരിക്കുമ്പോൾ നമ്മൾ കവിതയെക്കുറിച്ചല്ലാതെ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുക? അതായത് ഈ മുന്നണി സംവിധാനത്തിൽ എല്ലാവരും എൻ്റെ മുന്നിൽ ഇങ്ങനെ പഞ്ചപാണ്ഡവന്മാരെ പോലെ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലൊരു കവിത വരികയാണ്. ഏത് കവിതയാണ് പാടേണ്ടത്, ഏത് കവിതയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ്. തിരുവഞ്ചൂരിനെ കണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെ എല്ലാവരെയും ഞാൻ കാണുന്നത്, ഇപ്പം ഇവിടെ ബേബിയും മറ്റേ പന്നിയൻ രവീന്ദ്രനും കൃഷ്ണദാസും തിരുവഞ്ചൂരും PC ജോർജൊക്കെ ഇരിക്കുന്നു. നിങ്ങളോടെല്ലാം എനിക്ക് അനസൂയ വിശുദ്ധമായൊരു മനസ്സാണുള്ളത്. നമ്മുടെ ഈ AK ഒന്ന് കാണണമല്ലോ. AK മറന്നു പോകുന്നത് ശരിയാണ്. അത് ഞാൻ കാണിക്കാം. AK മറക്കാൻ പാടില്ല. കേരളത്തിൽ ഒരു ചായക്കടയിൽ ഇരുന്നു കൊണ്ട് സാധാരണക്കാരായ ആളുകൾ ചർച്ച ചെയ്യുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഞാൻ. കാരണം എന്നും സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരാളാണ്. ആക്ച്വലി വെൻ ഐ വാസ് ഡിഫൻസ് മിനിസ്റ്റർ, I was always keeping my resignation letter in my pocket. അന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും ഉടനെ ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ എടുത്ത് പുറത്ത് കാണിക്കും. ആ സമയത്ത് സോണിയാജി ആസ്ക്ഡ് മീ ദാറ്റ് നോ റെസിഗ്നേഷൻ. PMG ഓൾസോ സെഡ് മീ നോ നോ നോ. എൻ്റെ മുമ്പിലിരിക്കുന്ന ഇടതുപക്ഷത്തെയും എൻ്റെ പക്ഷത്തെയും, പ്രത്യേകിച്ചും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് തിരുവഞ്ചൂർ അടക്കമുള്ളവർ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. അപ്പൊ ചായക്കടയാണെങ്കിലും മറ്റത് വിട്ടില്ലല്ലേ? ഇല്ലില്ല, വൈകുന്നേരം പോകണം പരിപാടിക്ക്. വൈകുന്നേരം നമ്മളെ കാത്തി. ഞാൻ എവിടെ ചെന്നാലും ആളുകൾ ഇപ്പോൾ വിളിച്ചു പറയും അഴീക്കോട് സാറിനെ പോലെ. യഥാർത്ഥത്തിൽ ഒരു ചായക്കട എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക നിലയമാണ്. മനുഷ്യ സംസ്കാരവുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ചായക്കടയാണ്. കാരണം അതിരാവിലെ എണീറ്റ് സാധാരണക്കാരായ ഒരു മനുഷ്യൻ അവൻ്റെ വിചാരങ്ങളെ കൂടുതൽ കൂടുതൽ ഉദ്ദീപ്തമാക്കാൻ വേണ്ടി പോകുന്ന ചായക്കടയിലേക്കാണ്. ചായക്കടക്കാരൻ ഉണ്ടാക്കിത്തരുന്ന ചായയും അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന പരിപ്പുവടയും അവിടെ നിന്നും കിട്ടുന്ന ദോശയൊക്കെ ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഒരു നല്ല ഭരണാധികാരി എന്ന് പറഞ്ഞാൽ നല്ലൊരു ചായക്കടക്കാരനെ പോലെയാകും. നിങ്ങളൊക്കെ
അങ്ങനെ ആളുകളുടെ മനസ്സ് നിറയുന്ന തരത്തിൽ, പ്രത്യേകിച്ച് PC ജോർജിനെ പോലുള്ള ആളുകളൊക്കെ വലിയ മനസ്സുള്ള ഒരാളാണ്. എപ്പോഴാണ് മനസ്സ് മാറുക എന്ന് ആർക്കും അറിയില്ല കേട്ടോ. തിരുവഞ്ചൂര് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ അയാൾക്ക് ഉണ്ടായി. ഇവിടെ ONVയുടെ കവിതകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. സത്യത്തിൽ ഇത് പറഞ്ഞ പോലെ തന്നെയാണ് ഒരുപാട് ഈ ഓണം അങ്ങനെ അടുക്കാറാകുന്ന സമയത്ത് മനസ്സ് മുഴുവൻ ഒരു ഉത്സാഹവും സന്തോഷവും കൊണ്ട് അങ്ങനെ അറിയാം. ഇപ്പോൾ ചിങ്ങം ഒന്നാകുമ്പോൾ അത്തത്തെക്കുറിച്ച് ചോദിക്കുക, ഇപ്പം അങ്ങനെ അത്തം കുറിച്ചിടുക. അന്ന് മുതലാണ് ഈ പൂ തേടി പോകേണ്ടതും പൂവിടേണ്ടതും. അപ്പോൾ ഞങ്ങളുടെ കണ്ണൂർ, എനിക്ക് മധ്യ കേരളം തെക്കൻ കേരളം അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഞങ്ങൾ ഒന്നാമത്തെ അത്തായെന്ന് ഒരു വരി, രണ്ടാമത്തെ ഈ റൗണ്ടാ, എന്നിട്ട് അതിനുശേഷം അതിന് കിട്ടുന്ന ഇത് പൂ തേടി പൂക്കുണ്ട്. ആ പൂക്കിൽ ഒരുപാട് കുട്ടികളുണ്ടാവും. എല്ലാവർക്കും പറിക്കാൻ പൂക്കളുണ്ട്. അന്നത്തെ പൂക്കൾ ഒന്നിന് നീലപ്പൂവുണ്ട്, അരിപ്പൂവുണ്ട്, തുമ്പയുണ്ട്. ഇതൊക്കെ ഒരു കൂട്ടം കുട്ടികളങ്ങ് കയറിയ. പിന്നെ ഞങ്ങളുടെ ഭാഗത്ത്, ഞാൻ എൻ്റെ വീട് ഒരു കുന്നിൻ്റെ ചെരുവിൽ ഒരു വയലിൻ്റെ കരയ്ക്ക്, അപ്പം എൻ്റെ തറവാട് വീട് പാനൂരും വയലിൻ്റെ കരയിലെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ പൂക്കളാണ്. അതെ. അപ്പോൾ അതിന് എൻ്റെ തറവാട് വീട്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി KP മോഹനേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്താണ് എൻ്റെയും വീട്. പക്ഷെ അന്ന് എത്രയും പൂക്കൾ കിട്ടുമായിരുന്നു, കൂട്ടത്തോടു കൂടി പോകുമായിരുന്നു. മാത്രമല്ല ഒരു കൊമ്മ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ഞങ്ങൾക്ക്, ഈ ഓലക്കണ്ണി കൊണ്ട് ഉണ്ടാക്കി മടയുന്ന ഒരു കൂട്ടയാണ്, ചെറിയ അത് തോളിലിട്ടിട്ടാണ് ഇത് പറിക്കാൻ പോകും. വ്യത്യസ്ത പൂക്കൾ ഇങ്ങനെ പറിച്ചു പൂക്കൂട. ഓരോ ദിവസവും ഓണത്തിൻ്റെ അടുക്കുമ്പോഴും, ഇപ്പം 7-ാം ദിവസം എന്ന് പറയുമ്പോൾ 7 തരം പൂക്കൾ വേണം, 8 വേണം. അപ്പം 7 മുതൽ അങ്ങ് പൂവിൻ്റെ പൂ പറിക്കേണ്ട ഒരു ഇതാണ്. 8 അന്ന് മുതലേ സ്കൂൾ ലീവും ഉണ്ടാവും, ഹോളിഡേ ആയിരിക്കും. അപ്പോൾ ഒന്നൊരു കൂട്ടായ്മ. മാത്രമല്ല ഈ പൂ പറിക്കുന്നതിനൊരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് അതുവരെ സ്വാതന്ത്ര്യം കുറവാണ് വീട്ടിൽ നിന്ന്. പക്ഷേ ഈ അത്തം വന്നാൽ പിന്നെ സ്വാതന്ത്ര്യം വന്ന് സ്കൂളും വീട്ടിൽ പുസ്തകം വെച്ചാൽ ഓട്ടാണ്. പക്ഷെ ആ കൂട്ടത്തിലൊരു കളി, എല്ലാവരും ചേർന്നിട്ടുള്ള കളി, 1 മണിക്കൂർ കളിച്ചിട്ടാണ് പൂ മറ്റു വീടുകളിൽ പോയി പറിക്കാനും ഈ ഓണക്കാലത്ത് ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാവരും പ്ലാസ്റ്റിക് പൂവാ. അതാ ഞാൻ പറഞ്ഞത്, പൂവ് വളരേണ്ട നികത്തി വിമാനത്താവളം ഉണ്ടാക്കിയില്ലേ. മാത്രമല്ല, ഇപ്പോഴും മാത്രമല്ല ഫ്ലാറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഈ പൂക്കൾ നിറഞ്ഞു നിന്ന വള്ളികളും പടർപ്പുകളും ഒക്കെയുള്ള നമ്മളെ ഗ്രാമവും ഒക്കെ ഇല്ലാതായിരിക്കുക. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ 7-ാം ദിവസം മുതൽ 7-ാമത്തെ അത്തം മുതൽ പറിക്കാൻ പോകുന്നൊരു കുന്നുണ്ട്. അതിലങ്ങ് കയറിക്കഴിഞ്ഞാൽ ഞങ്ങൾ 2 ഇടങ്ങഴിയും 3 ഇടങ്ങഴിയും ഒക്കെയാണ് അരിപ്പൂ പറിച്ചെടുത്തത്. 2 ഇടങ്ങഴി തകഴിയുടെ നോവലും ഉണ്ട്. അപ്പോൾ ആ കുന്ന് ശരിക്കും ഇന്ന് ലോറി കയറി പോയി. ഇന്ന് ആ കുന്നില്ല, കുന്നൊക്കെ പോയി, ഇന്ന് മുഴുവൻ ഇല്ലാതായി കഴിഞ്ഞിരിക്കുക. ഈ സമയത്ത് അത് നമ്മുടെ കൊണ്ടുപോവുക, എന്നിട്ട് അത് ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ട് അവിടുന്ന് മഴയില്ലാതിനെ കുറിച്ച് ദുഃഖിക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. ഇതെല്ലാം മാത്രമല്ല, അതിന്റെ കൂടെ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ, ഈ പൂ പറിച്ച് കൊണ്ടുവന്ന് പൂക്കളം നിർമ്മിച്ച് അടുത്ത വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് പറയും കൊള്ളാം എന്ന് പറഞ്ഞ ഒരു അവാർഡ് കിട്ടിയ സന്തോഷമാണ് നമ്മുടെ മനസ്സിൽ. മാത്രമല്ല, ചെറിയ കേസല്ല. അല്ല, ഓണായ ദിവസവും അടുത്ത വീട്ടിൽ പോകുന്ന കുടുംബ വീട് മാത്രമല്ല, ഇപ്പം പറഞ്ഞല്ലോ എല്ലാവരും ഒരുമിച്ചുണ്ടാവും. അതൊരു പ്രധാന കാര്യം. അമ്മയടുത്ത് ഭക്ഷണം കിട്ടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. ഇതുപോലെ അടുത്ത വീട്, അത് കുടുംബങ്ങൾ മാത്രമല്ല, എല്ലാ വീട്ടിലും ഒന്ന് പോവുക, കണ്ട് എല്ലാവരും ഒന്ന്. അപ്പോൾ ചില സ്ഥലത്ത് നിന്ന് ഒരു കപ്പ് പായസം കിട്ടും, മറ്റേ കപ്പ് ഒരു ചായ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കലും വാങ്ങലും ആ ഒരു. ഇതിന്റെ കാര്യം എന്താ വെച്ചാൽ, ഈ വേലി എന്ന് പറഞ്ഞാൽ വേലി ഇല്ലാതാവട്ടെ എന്നാണ്. അതെ, നമ്മൾ പരസ്പരം വേലി കെട്ടി മറച്ചിരിക്കുക. അരുത് വേലി, നമുക്കിടയിലുള്ള ഫെൻസുകൾ ഇല്ലാതെ. എനിക്ക് തോന്നുന്നു അതിൽ ഇപ്പം ഒരു പുത്തൻ ഉടുപ്പ്, അന്ന് ഓണക്കോടി എന്ന് ഞങ്ങൾ പറയും. ഓണക്കോടി ഇപ്പൊ എന്നും ഉടുപ്പെടുക്കലല്ലേ? അല്ല, അതെ. പക്ഷെ അന്ന് ഓണക്കോടിയിലൂടെയും വിഭവസമൃദ്ധമായ സദ്യയിൽ ഈ 2 ദിവസം കിട്ടുമ്പോൾ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ഒന്ന് വസ്ത്രവും ഭക്ഷണവും ആണല്ലോ. രണ്ടത് അതെല്ലാവർക്കും കിട്ടുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ സമത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ടായിരിക്കും അങ്ങനെ ഒരു നമ്മുടെ പൂർവികന്മാർ അതിനെ ചിട്ടപ്പെടുത്തി എടുത്തിട്ടുണ്ടാവുക. കാരണം പൂർവികന്മാർ ഈ ആഘോഷമൊക്കെ ഉത്സവമൊക്കെ ഇങ്ങനെ ചിട്ടപ്പെടുത്തി വളരെ ബോധപൂർവ്വം ഒരു ആദർശമുണ്ട് ഇതിനൊക്കെ, ഇതിൻ്റെ പിന്നിൽ. തീർച്ചയായിട്ടും അത് സ്വന്തം ജീവിതത്തിൽ സമൂഹത്തിൽ ആവിഷ്കരിക്കാൻ അവസരം. ചിങ്ങമാസം എന്നത് അത് തന്നെ ഈ വിളവെടുപ്പ് ഉത്സവമാണ്. എല്ലാ ഉത്സവം അതിൽ എനിക്ക് ഭാര്യനോടൊന്ന് പറയാനുള്ളത്, ഇതിപ്പോൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്തുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്, ഇന്ന് അതെല്ലാം പോയി. അപ്പോഴാണ് ONVയുടെ വരികൾ ഓർമ്മ വരുന്നത്. ഒരു വട്ടം കൂടി ഒന്നത് പാടിയാൽ ഞങ്ങൾക്കൊന്ന് നന്നായി. അതോടൊപ്പം ഇതിനകത്തൊരു വലിയ ഭരണഘടനാ പ്രശ്നമുണ്ട് ഓണാഘോഷത്തിൽ. എന്താണെന്ന് വെച്ചാൽ, ഈ മാവേലി
പിന്നെ നാടുവാണയക്കാലം എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്നു. അതിഷ്ടപ്പെടാതെ 356 വകുപ്പിന്റെ ഒരു പ്രയോഗമാണ് അന്ന് നടന്നത് ഭരണഘടനയിൽ. വലിയ നിഷ്കാസനം. അപ്പൊ അന്നും ഉണ്ടായിരുന്നു ചില 356 അല്ല നമ്മുടെ പഴയതും ഇതുമായിട്ട് പലപ്പോഴും ഉണ്ടാവും. ഞാൻ പാട്ടൊന്ന് പാടിക്കേ. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിമരമൊന്നൂലുത്തുവാൻ മോഹം, മരമൊന്നൂലുത്തുവാൻ മോഹം. അങ്ങനെ പാടി വന്ന് അതിന്റെ അവസാനത്തിൽ പറയുന്ന മോഹങ്ങൾ, വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. നമ്മൾ ഈ പറഞ്ഞ എല്ലാ ആശയങ്ങളും അതിനകത്ത് വന്നു കഴിഞ്ഞു. അപ്പൊ ഈ അതിന്റെ ഒരു ആദർശം, അതിന്റെ ഒരു സമത്വ സുന്ദരമായ സങ്കല്പത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി തിരുവഞ്ചൂർ സാറും പറയണം. ഒരു നിഷ്കളങ്ക ഗ്രാമീണൻ്റെ മനസ്സാധനം. നമ്മളിപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു നഗര ജീവിതത്തിൽ നിന്ന് ഒരു കോസ്മോപൊളിറ്റൻ ഒരു സംസ്കാരത്തിലോട്ട് നമ്മളൊരു കൺവേർഷൻ നടക്കല്ലേ. ഇതൊരു നിഷ്കളങ്ക ഗ്രാമീണൻ്റെ ഒരു മനസ്സാണ്. അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഏറ്റക്കുറച്ചിലുകൾ അതെല്ലാം നമ്മൾ ഈ ഓണാഘോഷമായിട്ട് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പഴയതാണ്. ഇപ്പോൾ വരുന്നതെല്ലാം പലപ്പോഴും ഇപ്പം ജോർജ് പറഞ്ഞ പോലെയാണ്, പൂവിന് പകരം പ്ലാസ്റ്റിക് പൂവ്. എല്ലാം കപട മുഖങ്ങളാണ്. അഥവാ പൂവുണ്ടെങ്കിൽ അത് ഇറക്കുമതി ചെയ്യണം, ഇവിടുന്ന് പറിക്കാനില്ല, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. ഓണസദ്യ ഉണ്ണാനുള്ള എല്ലാ തമിഴ്നാട്ടിൽ നിന്ന്. അല്ല ഇപ്പൊ ഇല മാറി പ്ലാസ്റ്റിക്. രണ്ടുപേരും ഉത്തരവാദികളാ. കേരളത്തെ അങ്ങനെ ആക്കി മാറ്റി. അല്ല, ഉത്തരവാദിത്വം നമുക്ക് രണ്ടായിട്ട് ബ്രേക്ക് ചെയ്യണ്ട, നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട്. ഞങ്ങൾ എന്തിന് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ BJP സൈഡല്ല, അവരിതുവരെ പരിചയം, നമ്മളുടെ രണ്ടും മാറി മാറി പരിചയം. അല്ല, അവർക്ക് ഭരിക്കാൻ ചെയ്യാവുന്ന പാരെ അവർ വെച്ചിട്ടുണ്ടാവും എന്നാലും. പക്ഷേ അവരെ ഇനിയെങ്കിലും അല്ല, രണ്ടുപേരോടും പറയാനുള്ളത് ഇനിയെങ്കിലും ഒരു നല്ലൊരു നാളെ സൃഷ്ടിക്കാൻ കഴിയണമെന്നല്ല. അച്ഛാദിൻ. അതെ അതെ അതെ. മോഡി ഇതിനാണ് ഉദ്ദേശിക്കുന്നത്. മോഡി ഇപ്പോഴത്തെ പോക്ക് അമേരിക്കൻ സാമ്രാജ്യത്തിന് അനുകൂലമാണ്. മോഡി നമ്മുടെ പിന്നെ കരാറിൽ ഒപ്പുവെക്കുമായിരുന്നല്ലോ. ഏകാധിപത്യത്തിലേക്കുള്ള പോക്കൊണ്ടോ സംശയമുണ്ട്. കാരണം പറയാം, കേരളത്തിലുള്ള കൃഷി ഓഫീസർമാരുടെ എല്ലാം പേരും നമ്പരും എന്തിനാ മോഡി മേടിക്കുന്നത് പ്രധാനമന്ത്രി. വളരെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്. അത് നമുക്ക് ചർച്ച ചെയ്യാം. ചായക്കടയിൽ ഇതെല്ലാം ചർച്ച ചെയ്ത് തിരിച്ചു വരട്ടെ. കാര്യത്തെ കുറിച്ച് പേടിക്കണ്ട. 590 രാജ്യങ്ങൾ ഒപ്പിട്ട ഒരു കരാറ് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് മോഡി ഒപ്പുവെക്കാതിരുന്നു. അതിന് കൺഗ്രാജുലേഷൻ. തർക്കം വല്ലോ നമുക്ക് നന്നായി അംഗീകരിച്ചാൽ മതി. അതിന് തർക്കം എന്താ? ചെന്നിരിക്കുന്നതല്ലേ ഉള്ളൂ. നോക്കാം, നമുക്ക് നോക്കാം. ഒരു 6 മാസം കഴിയട്ടെ. ഓണമാണല്ലോ. ഈ തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ വരുമ്പം ഈ ഓണാഘോഷം ഇതുപോലെ കാണുമെന്ന് കരുതുന്നുണ്ടോ? സത്യം പറ, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മുടെ തലമുറ, ഈ തലമുറയ്ക്ക് മുമ്പുള്ള തലമുറയുടെ ഓണം ഇപ്പം നമ്മൾ ആഘോഷിക്കുന്നുണ്ടോ? ഓണം മുഴുവൻ ഒരു സ്പോൺസേർഡ് പരിപാടിയായിട്ട് അങ്ങനെ മാറി. അതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നലകളുടെ ഈ നന്മയുണ്ടല്ലോ, ആ നന്മയെ പുതിയ തലമുറയെ പഠിപ്പിക്കാനോ പരിചയപ്പെടുത്താനോ നമ്മുടെ ഭാഗത്ത് ഒരു ശ്രമവുമില്ല. ഏതായാലും ഈ ചായക്കടയിലെ ചർച്ച ഒരു പക്ഷേ അതിനും ഗുണകരമായിരിക്കും. ജനങ്ങളുടെ മുമ്പിൽ മാവേലി എന്ന് പറയുന്നത് നമ്മുടെ പൂർവികമായിട്ട് പലതും ഉണ്ടല്ലോ നന്മകൾ. ഇപ്പം വന്ന് പരസ്യത്തിനകത്ത് കൊമ്പം മിശയും കുടവയറും ഇത് വന്നാൽ മാവേലി എത്രയോ പരസ്യം ഓണക്കാലത്ത് വരുന്ന പരസ്യങ്ങളെല്ലാം. അപ്പോൾ ആ നിലയിൽ ഹാസ്യവൽക്കരിക്കുന്നതിന് വേണ്ടി അല്ല, കഥകളിയും ഒരു ചുണ്ടൻ വെള്ളവും കൂടെ തീർന്നു നമ്മുടെ ഓണം. കേരളം എന്ന് പറഞ്ഞാൽ അതാണ്. അതിന് മാത്രമല്ല, ഇനി ഓണം എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രമാക്കിയിട്ട് അങ്ങനെ ഒരു ഒതുക്കാനുള്ള ശ്രമം ഒരുപക്ഷെ ഉണ്ടാക്കി. ഇതിപ്പോൾ കാരണം ഇത് ഓണം എന്ന് പറയുന്നത് എല്ലാവരുടേതല്ല, ഒരു പ്രത്യേക ആളുകളുടേതാണ്. അതുകൊണ്ട് നമ്മുടെ പുതിയ മതേതരത്വത്തിന് എതിരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം വരാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട്. ഓണം മാത്രമല്ലല്ലോ, ക്രിസ്മസ് വിളക്ക് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ മാത്രമല്ല, എല്ലായിടത്തും. റമദാൻ വരുമ്പോ എനിക്കറിയാം, നൊയമ്പ് കാലം വരുമ്പോൾ നൊയമ്പ് നോക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവരുണ്ട്. എനിക്ക് ഒരുപാട് വ്യക്തികൾ, ധാരാളം പേരുണ്ട്. അപ്പം അതാണ് കേരളത്തിന്റെയും ഇന്ത്യയുടെ തന്നെയും ഒരു സംസ്കാരം. അതിന്
അത് ലോകത്തോടത്ത് കിട്ടുകയല്ലോ. ഇടയിൽ എന്തെങ്കിലും കത്തി കുത്തി ഇറക്കാൻ നമ്മൾ ആരും തയ്യാറാവരുത്. ഇത് ഇങ്ങനെ മുന്നോട്ട് പോകണം. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ കേരളം ലോകത്തിന് തന്നെ നീട്ടിക്കൊടുക്കുന്ന ഒരു മതേതരത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒക്കെ സന്ദേശമാണ് ഓണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അതെ, ഒരു സ്ത്രീ പുരുഷ സമത്വം ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് ഈ പറയാം, ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കാർഷികോത്സവത്തിൻ്റെ ബാക്കിയാണ്, ബാക്കി പത്രമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ പഴയ വയലുകളുടെ. ഇനിയുള്ള വയലുകൾ നികത്തി വിമാനത്താവളമാക്കരുത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിങ്ങനെ വർത്താൻ ഇത് എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇനി ചെയ്തതെന്ന് തീരുമാനിക്കണമെന്നേ. കുഴപ്പമില്ല, ആർക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടോ മതി, വിമാനത്താവളം വേണ്ട. അതെ, അല്ല വിമാനത്താവളം വേണ്ട, നിങ്ങളൊക്കെ മുമ്പ് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല. ഈ വയലിൽ ഇരിക്കുന്ന ധൈര്യത്തിലാണ് വിമാനത്താവള പ്രശ്നം ശക്തമായിട്ട് ഉന്നയിക്കുന്നത്. വിമാനത്താവളത്തിനല്ല, അല്ല, അവിടെ ദേവന്റെ നട്ടല് കണ്ടിച്ചേച്ച് അവിടെ കയറി ലൈറ്റ് പിടിപ്പിക്കുന്ന പണി വേണ്ടെന്നാ ഞാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കൊരു പാട്ട് പാടി. പൂവണി പൊന്നിൻ ചിങ്ങപ്പൂവിളി കേട്ടുണരും കുന്നെല്ലിൻ പാടത്തിലൂടെ, പൂവണി പൊന്നിൻ ചിങ്ങപ്പൂവിളി കേട്ടുണരും കുന്നെല്ലിൻ പാടത്തിലൂടെ, മാവേലി മന്നന്റെ മാണിക്യത്തേരുരുളും മാനസപ്പൂക്കളങ്ങളാടും ആടും. കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമമിൻ കേരളം, കേരളം കേരളം കേരളം. അപ്പോൾ കേരളത്തിൻ്റെ സ്വന്തം ഉത്സവം നമുക്കെല്ലാവർക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചായക്കടയിൽ, ഇതൊരു കേരളത്തിൻ്റെ പ്രതീകമായ നന്മയുടെ പ്രതീകമായ സ്ഥലമാണ്. പല ചർച്ചകളും അല്ലേ, എന്താ പറയുക, പലതരത്തിലുള്ള ചിന്തകളും ഒക്കെ മുള പൊട്ടിയതും ചർച്ച ചെയ്തൊക്കെ ഇതുപോലെ ചായക്കടകളിലാണ്. ഭരണാധികാരികളെ സൃഷ്ടിച്ചതും നേതാക്കന്മാരെ സൃഷ്ടിച്ചതും. അതെ, ഭരണാധികാരികളെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്തിട്ടുണ്ട് ചായക്കട. രണ്ടു പേർക്കും ചായക്കടകളിലെ ചർച്ചയിൽ ഭരണാധികാരികൾക്ക് പലപ്പോഴും സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ചിന്ത സൃഷ്ടിയാണ്, അവിടെ സംഹാരം രണ്ടുമുണ്ട്. സൃഷ്ടിയും സംഹാരവും മാത്രമല്ല, സ്ഥിതിയുമുണ്ട്. സൃഷ്ടി സ്ഥിതി സംഹാരം അത് പ്രപഞ്ചത്തിലും ഉണ്ട്. KT മുഹമ്മദ് ഒരു നാടകത്രയം എഴുതിയിട്ടുണ്ട്. പിന്നെ കെടാത്ത തീയാണ് KT. അപ്പൊ അത് നമ്മൾ ഓർക്കണം തീർച്ചയായിട്ടും. അപ്പൊ കെടാത്ത തീയായിട്ട് നമ്മുടെ ഉള്ളിൽ ഓണം ജ്വലിച്ചു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നന്ദി. ഇടയ്ക്ക് ചായക്കടയിൽ വരിക. അപ്പൊ നന്ദി എക്കാരണിയാണോ എല്ലാവർക്കും പറയുന്നത്? നന്ദി പറയുന്നത് നമ്മുടെ എങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ